ഇന്ന് ഇവനെ കളി കണ്ടിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് വരുന്നത്. ഇവൻ ഈ ബ്രഷിൽ ഇരിക്കുന്ന കണ്ടപാടെ തന്നെ ആ ബ്രഷിന്റെ ട്രെയിൽ ഉണ്ടായിരുന്ന സർവ്വ ബ്രഷ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പുതിയ ബ്രഷ് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആളാ വീതം പുതിയ ബ്രഷ് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയി നേരെ അടുക്കളയിലേക്ക് കയറി ഇതാ ഇടിയപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടിയപ്പം പീച്ച് കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഇക്കാക്ക് പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു നൂൽപുട്ടെന്ന്. ഈ ഇടിയപ്പത്തിന് ഒരുപാട് പേരുകൾ ഉണ്ടല്ലേ, നൂലപ്പം, ഇടിയപ്പം, നൂൽപുട്ട്. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിപ്പോ ഇടിയപ്പം ഈ ഒരു തട്ടിൽ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഹയാസിന് കൊണ്ടുപോകാനും കഴിക്കാനും വേണ്ടി മാത്രമാണ് ഇപ്പൊ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങയും കൂടി ഇടാറുണ്ട് കേട്ടോ. ഇക്കാക്കൊന്നും തേങ്ങയൊന്നും ഇഷ്ടമല്ല. അത് പുട്ടിലാണെങ്കിലും ഇടിയപ്പത്തിലാണെങ്കിലും തേങ്ങയൊക്കെ എടുത്ത് പെറുക്കി കളയാറുണ്ട്. ഇടിയപ്പത്തിന് ആവിയേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഹയാസിന് കുളിക്കാനുള്ള ചൂടുവെള്ളം തേക്കാക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി ഉമ്മിച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇടിയപ്പത്തിന്റെ സെപ്പറേറ്റ് കറിയൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഹയാസിന് സ്നാക്സ് ആയിട്ട് ഇന്ന് കൊടുത്തു വിടുന്നത് ആപ്പിൾ ആണ് കേട്ടോ. നല്ല തിന്നായിട്ടാണ് ആപ്പിൾ സ്ലൈസ് ചെയ്തേക്കുന്നത്. ലഞ്ച് ബോക്സിലേക്ക് ഇന്ന് 2 ഇടിയപ്പവും ചിക്കൻ കറിയുടെ ഗ്രേവിയാണ്. വാട്ടർ ബോട്ടിലെ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹയാസിന് അപ്പോഴേക്ക് ഇക്കാതെ കുളിപ്പിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഹംനിന്ന് എഴുന്നേറ്റ് വന്നതേ നല്ല മൂഡിലായിരുന്നു. ക്യാമറയ്ക്കൊക്കെ നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. ഞാനിന്ന് ഹയാസിനെ വണ്ടിയിൽ കൊണ്ടുവിടാന്ന് ഓർത്തു കേട്ടോ. ഇപ്പോഴത്തെ എന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു പഠിച്ചൊന്ന് സെറ്റ് ആവാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ വെറുതെ കളയാറില്ല. പറ്റുമ്പോഴൊക്കെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു പോക്കറ്റ് റോഡിൽ കൂടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു പഠിക്കാണ് കേട്ടോ ഇപ്പോഴത്തെ എന്റെ പരിപാടി. ഹയാസിനെ ഞാൻ കൊണ്ടുപോയി ഇനി സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് നമുക്കപ്പോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോസ് ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.